കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വൺ പുറത്തു കൊണ്ടുവന്ന സൗദിയിലെ ലോൺ ആപ്പ് തട്ടിപ്പിന്റെ വാർത്തകൾക്ക് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. 2000 റിയാൽ മുതൽ 12,000 റിയാൽ വരെ ഈ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തിനേക്ക് പണമായി നൽകി കഴിഞ്ഞവരുണ്ട്. ട്രാപ്പാണെന്നറിയാതെ പലരും ഇതിലേക്ക് ഇന്നും ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ പേരുകളിൽ പലരുടെയും ഇഖാമകൾ ദുരുപയോഗം ചെയ്ത് പലരുടെയും ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്താണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ സൗദിയിലെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾക്ക് സൗദിയിൽ സാമ്പത്തിക പ്രയാസമുണ്ടോ എങ്കിൽ 5000 മുതൽ 5 ലക്ഷം വരെ ലോൺ ചെറിയ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇൻസ്റ്റഗ്രാം പരസ്യം കണ്ട് ആ കെണിയിൽ പോയി വീണ മലയാളികളുടെ എണ്ണം ഇതുവരെ 100-ലേറെയാണ്. ഇത് മീഡിയ വണ്ണുമായി തുറന്നു പറഞ്ഞവരുടെ കണക്കാണ്. കംസാർ ഇൻവെസ്റ്റ്മെന്റ് എന്നും നജിദ് വിഷൻ എന്നും സാബ്കോ എന്ന് പേരിട്ടുമെല്ലാം മലയാളികളുടെ പണം മലയാളി കൊള്ളസംഘം ഇന്നും ഇപ്പോഴും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഓൺ എയർ പോകുമ്പോഴും അവർ മലയാളികളായ സാധാരണക്കാരെയും നഴ്സുമാരെയും കച്ചവടക്കാരെയും ലക്ഷ്യം വെച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളിയാണെന്ന് കരുതി ലോൺ തരാമെന്നും പലിശക്ക് പണം തരാമെന്നും പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കരുത്. ഇത് സൗദിയിലെ മലയാളികളെ ലക്ഷ്യം വെച്ച് വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ഞാനിവിടെ സൗദിയിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ സൗദി ബാങ്കുകളിലൊക്കെ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എൻ്റെ സാലറി അതിന് ഒത്ത സ്കെയിലില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അതിന് അലോ ആയില്ല. ആ കാരണം കൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ വഴി ഞാനൊരു ലിങ്ക് വഴി ഒരു ഇതിൽ കയറി, ഒരു ബാങ്ക് ലോണ് പോലെ കിട്ടുന്ന ഒരു ഇതിൽ കയറി. സെപ്കോ സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എന്നാണ് അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നത്. അതിലൊരാളുമായിട്ട് അങ്ങനെ ചാറ്റ് ചെയ്ത് അതിൻ്റേതായ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു. പിന്നെ ഒരു ലോൺ അപ്രൂവ് ആവാനുള്ള ഫോമൊക്കെ അയച്ചു തന്നു. അതൊക്കെ ഓൺലൈൻ വഴി ചെയ്തു. അങ്ങനെ പല രീതിയിലുള്ള ഡീറ്റെയിൽസും അവർ എൻ്റെ നിന്ന് കളക്ട് ചെയ്തു. അതിന് ശേഷം അവർ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, അതിന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ ഫസ്റ്റ് അടവായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. അതിന് ശേഷം അത് അവരുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട്, ഞാൻ അപേക്ഷിച്ച എമൗണ്ടും പ്ലസ് ഞാൻ ഫസ്റ്റ് കൊടുത്ത എമൗണ്ടും കൂടി എനിക്ക് റിസീവ് ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ എമൗണ്ട് അയച്ചു കൊടുത്തതിന് ശേഷം അവർ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവരുടെ ലിങ്കിൽ കയറിയിട്ട്. അപ്പോൾ അതിൽ ഐബാനിൽ ചെറിയൊരു പ്രോബ്ലംസ് കണ്ടതുകൊണ്ട് ഞാൻ അത് കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു ഫീസ് അവർ 1000+ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പല രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞ് വാറ്റ് ഇതിൻ്റെ എന്ന് പറഞ്ഞ് പല എമൗണ്ടുകൾ എന്നിൽ നിന്ന് പല അക്കൗണ്ടുകളിലേക്കായി അവർ ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് 100 കണക്കിന് പേർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് സൗദിയിൽ നിന്നാണോ എന്നത് വ്യക്തമല്ല. അത് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. പക്ഷേ സൗദിയിലുള്ള പലരുടെയും ഫോൺ നമ്പറുകൾ ദുരുപയോഗം ചെയ്തും ഇമെയിൽ ഐഡികൾ ദുരുപയോഗം ചെയ്തും ഒപ്പം ഇഖാമയും മറ്റു രേഖകളും AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് രൂപം മാറ്റിയുമാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഐഡന്റിറ്റി കാർഡ് തന്നെ ഉപഭോക്താക്കൾക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം വരുത്താൻ വേണ്ടിയാണിത്. ലോകത്ത് ഒരു ബാങ്കും ധനകാര്യ സ്ഥാപനങ്ങളും ചെയ്യാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ തട്ടിപ്പ് മലയാളികൾ സംശയിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല. ഈ ID കാർഡിലെ മുഖങ്ങൾ ഹൈഡ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് സോഷ്യൽ മീഡിയകളിൽ നിന്നും എടുത്ത ഏതോ ഒരു മലയാളിയുടെ മുഖമായിരിക്കാം. ഓരോരുത്തരുടെയും ഫോട്ടോകൾ ഇഖാമയിൽ മാറ്റിച്ചേർത്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. തങ്ങൾ ഒറിജിനൽ സ്റ്റാഫുകളാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ രീതി. ലോകത്തെ ബാങ്കിംഗ് സ്ഥാപനങ്ങളും ഏതെങ്കിലും സ്ഥാപനത്തിലെ ജീവനക്കാരും അവരുടെ ID കാർഡുകൾ ഇങ്ങനെ പുറം ലോകത്തേക്കോ അല്ലെങ്കിൽ മറ്റാളുകളുമായോ പങ്കുവെക്കാറില്ല. തട്ടിപ്പ് നടത്തുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. ആദ്യം ഇവരോട് ലോൺ ആവശ്യം എന്ത് ആവശ്യത്തിനാണ് എന്ന് അന്വേഷിക്കും. അതിനനുസരിച്ച് മുഴുവൻ രേഖകളും ഇവർ വാങ്ങിവെക്കും. സാലറി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഔദ്യോഗിക രേഖകൾ ആവശ്യപ്പെടും. ഇതോടുകൂടി ഇത് ഒറിജിനൽ ബാങ്കിംഗ് സ്ഥാപനം തന്നെയാണ് എന്ന ധാരണ ഈ ഇരക്ക് വരികയും ചെയ്യും.
ഇതോടുകൂടി തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുകയായി. ഇതിനുവേണ്ടി ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തത് ഈ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫസ്റ്റ് ഒരു ഇന്തോനേഷ്യക്കാരനായിരുന്നു. അവരുമായിട്ടുള്ള പേപ്പർ വർക്ക്സ് അങ്ങനെ ഓൺലൈൻ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് ഒരു മലയാളിയുടെ നമ്പറാണ് ഫോർവേഡ് ചെയ്ത് തന്നത്. അവരുമായിട്ട് ബോട്ടിമ് വഴിയായിരുന്നു ഞാൻ കാര്യമായിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ അവരുമായിട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു ബോസ് ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു മലയാളിയുടെ നമ്പർ എനിക്ക് തന്നു. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടി എൻ്റെ അടുത്ത് നിന്ന് 6,000+ രൂപ കൈപ്പറ്റി. പക്ഷെ അതെനിക്ക് തിരിച്ച് കിട്ടുന്നില്ല. പിന്നെ ഇന്ന് വീണ്ടും അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ എന്നോട് പറഞ്ഞത് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 3,000+ റിയാൽ ഉണ്ടായിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ സ്വഭാവം മാറി. അവർ അനാവശ്യം വിളിക്കാൻ തുടങ്ങി. അതിന് ശേഷം എന്നെ പല രീതിയിലും അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെറിയ തോതിൽ ഭീഷണിപ്പെടുത്തി. എന്നെ മൊത്തത്തിൽ കൊടുക്കും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അവരെന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി ലോണിന് ക്ലിക്ക് ചെയ്യുന്നവരോട് ഒരു ഓൺലൈൻ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുക. ഓൺലൈൻ ആപ്പുകൾ എന്ന് പറയുന്നത് ഇന്ന് ആർക്കും കുറഞ്ഞ കാശ് നൽകിയാൽ വാങ്ങാവുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിനകത്തേക്ക് ഇവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരത്തെ വാങ്ങിയ ഇവരുടെ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ കൊള്ളാമല്ലോ എന്നൊരു ഫീൽ ഇരക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം താങ്കൾക്ക് ലോൺ സാങ്ഷൻ ആയിരിക്കുന്നു എന്ന് ഒരാഴ്ചക്കകം മറുപടി വരും. ഇതിനകത്ത് ഒരു സംഖ്യയും എഴുതി കാണിക്കും. അത് 10,000-ഓ 20,000-ഓ 50,000-ഓ ആകാം. ഇത് കാണുമ്പോൾ പണം ലഭിച്ചെന്ന് ഇര കരുതും. ഈ പണം ഒരിക്കലും ഇയാൾക്ക് ലഭിക്കുന്നില്ല. ഈ സമയം ഉപഭോക്താവ് വീണ്ടും ബാങ്കിംഗ് സ്ഥാപനം എന്ന പേരിൽ ബന്ധപ്പെട്ടവരെ തിരിച്ചു ബന്ധപ്പെടും. അപ്പോൾ ഫോൺ നമ്പറിന് പകരം IMOയിലോ അല്ലെങ്കിൽ ബോട്ടിമിലോ ആയിരിക്കും ഇവർ ബന്ധപ്പെടുക. ആ സമയത്ത് അവർ പറയുന്ന മറുപടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതിന് പണം വേണം എന്നായിരിക്കും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ആദ്യ തുക വാങ്ങിയെടുക്കും. ഇത് 200 റിയാൽ മുതൽ 1000 റിയാൽ വരെയോ അല്ലെങ്കിൽ 2000 റിയാൽ വരെയോ ആയിരിക്കാം. ഇത് കഴിഞ്ഞ് ഇവരുടെ ലോൺ തുക ശരിയായിട്ടുണ്ട് എന്നും ഇതിനായി ലോൺ തുകയുടെ വാറ്റ് തുകയായി അഥവാ നികുതി തുകയായി 3000 റിയാൽ അടക്കണമെന്നും ആവശ്യപ്പെടും. ഇതിനെല്ലാം രേഖകളായി ഇവരുടെ കയ്യിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമുണ്ട്. സൗദിയിലെ സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയുടെ രേഖകൾ വരെ ഇവർ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗൂഗിളിലെ ജെമിനി വഴിയോ ChatGPT വഴിയോ പരിശോധിച്ച് വ്യാജമാണെന്ന് തെളിയിക്കാവുന്നതേയുള്ളൂ. പക്ഷേ സാധാരണ രീതിയിൽ ഇത് മലയാളികളായതുകൊണ്ടും ഇടപാടിൽ സംശയമൊന്നും തോന്നാതിരിക്കാൻ എല്ലാ തരത്തിലും കൺവിൻസ് ചെയ്യുന്ന തരത്തിലുമായിരിക്കും ഇവരുടെ ഇടപെടൽ. സൗദിയിൽ ഒന്നാമതായി പലിശയില്ല. അതുകൊണ്ട് പലിശക്കുള്ള ഒരു ലോണും സൗദിയിൽ ലഭിക്കുകയുമില്ല. ഇതിനൊന്നും സാമയുടെ അഥവാ സൗദി സെൻട്രൽ ബാങ്കിൻ്റെ അപ്രൂവലും ലഭിക്കില്ല. പക്ഷേ എന്നിട്ടും ഇതെല്ലാം അറിയാവുന്നവർ പോലും ഇതിൽ പെട്ടു. ഇതേപോലുള്ള കേസുകൾ 2-3 കേസുകൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് തന്നെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ നമ്പർ കിട്ടി ഞാനും പരിശോധിച്ചപ്പോൾ നമ്പറിൽ ഞാൻ ചാറ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും വന്നു. ഇന്ന് രാത്രി എനിക്കും ഇതുപോലെ തന്നെ പണം കിട്ടാനുള്ള സാഹചര്യത്തിലുള്ള ഒരവസ്ഥയിൽ എത്തിയപ്പോഴാണ് നമ്മളിന്ന് വാർത്തയ്ക്ക് തന്നെ തയ്യാറായത്. അത്രയും പ്രൂഫ് നമ്മളെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അയച്ചിരിക്കുന്ന പണവും അതുപോലെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിരിക്കുന്ന പല ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഭാവിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ പല ഇവിടുത്തെ സൗദിയിലെ നിയമപരമായിട്ട് പല ബുദ്ധിമുട്ടുകൾക്കും ഉണ്ടാവും ഭാവിയിൽ. അതുകൊണ്ട് തന്നെ നാളെ തന്നെ നമ്മൾ ഈ ടെലിഫോൺ നമ്പറും അതുപോലെ തന്നെ ഇവർ അയച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പർ അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവർക്ക് എതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. തട്ടിപ്പ് സംഘങ്ങൾ അയച്ചുകൊടുത്ത ID കാർഡുകൾ പോലും ഫേക്കാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പക്ഷേ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് തിരിയണമെന്നില്ല. പക്ഷേ അത് ഒരാളെങ്കിലും ഗൂഗിളിലോ മറ്റോ ഇട്ട് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഉടൻ തന്നെ ഈ തട്ടിപ്പ് മനസ്സിലാകുമായിരുന്നു. വാറ്റ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വന്ന ഡോക്യുമെന്റുകളിൽ പോലും നിരവധി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. അതുപോലും വിദ്യാഭ്യാസമുള്ള പലർക്കും മനസ്സിലാക്കാനായില്ല. മാത്രവുമല്ല ഈ ഡോക്യുമെന്റുകളും ID കാർഡുകളും ChatGPTയിലോ ജെമിനിയിലോ ഗൂഗിളിലോ അപ്ലോഡ് ചെയ്ത ശേഷം ഫേക്കാണോ എന്ന് ഇതുപോലെ ചോദിച്ചാൽ തന്നെ അപ്പോൾ ഉത്തരം കിട്ടുമായിരുന്നു.
ഇനിയും ഈ തട്ടിപ്പിനകത്തേക്ക് പെട്ടുപോകരുത്. നിരവധി പേർ ഇന്നും ഇന്നലെയുമായി വീണ്ടും പെട്ടുകഴിഞ്ഞിട്ടുണ്ട്. പെട്ടുകഴിഞ്ഞാൽ അനധികൃതമായ പണമിടപാടിന് നമ്മൾ തന്നെ കുടുങ്ങിപ്പോകും. ഇതൊഴിവാക്കാൻ ഇതിനകം ഈ ട്രാപ്പിൽപ്പെട്ടവർക്കുള്ള ഏറ്റവും നല്ല വഴി പോലീസിലും ബാങ്കിംഗ് സ്ഥാപനത്തിലും സൗദി സെൻട്രൽ ബാങ്കിലും പരാതി നൽകുക എന്നുള്ളതാണ്. സൗദി സെൻട്രൽ ബാങ്കിൽ പരാതി നൽകാൻ ചെയ്യേണ്ടത് ഇതാണ്. വെബിൽ കയറി സാമയുടെ വെബ്സൈറ്റ് തുറക്കുക. സൗദി സെൻട്രൽ ബാങ്കിന്റെ വെബ്സൈറ്റിലെ ഈ സർവീസസിൽ സൈബർ ക്രൈം രേഖപ്പെടുത്താനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇഖാമ വിവരം ചേർക്കുക. അവരുടെ ആപ്പ് വഴിയും ഇത് ചെയ്യാം. ഇതോടെ ഇവർ രേഖകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത തടയാം. ഈ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യും മുമ്പ് ഇതുവരെ നമ്മളുമായി നടത്തിയിട്ടുള്ള മുഴുവൻ രേഖകളുടെയും സ്ക്രീൻഷോട്ടുകൾ ഒറ്റ PDF ആക്കി ഇതിൽ അറ്റാച്ച് ചെയ്യുകയും വേണം. ഇതിനായി പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. നിങ്ങൾ പണം ചെയ്യാൻ ഉപയോഗിച്ച ബാങ്കിലും തട്ടിപ്പ് രേഖകൾ സഹിതം ഇമെയിലായി പരാതി നൽകണം. ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിനോട് പറയാനുണ്ട്, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ഓൺലൈൻ വഴി വരുന്ന ഇതുപോലുള്ള ചീറ്റിങ്ങിൽ നിങ്ങൾ പെടരുത്. എത്രയോ വാർത്തകൾ നിരവധി വന്നതാണ് ഇതിനൊക്കെ. എന്നിട്ട് വീണ്ടും വീണ്ടും ആളുകൾ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് പോയി പെടുകയാണത്. അതും വിദ്യാഭ്യാസമുള്ളതും നല്ല അറിവുള്ളതും സാഹചര്യം എല്ലാം കൊണ്ടൊത്തുള്ള ആളുകളാണ്. പൈസ എന്ന് കേൾക്കുമ്പോഴത്തേക്ക്, കിട്ടുമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് 10,000-ന് വേണ്ട ആളുകൾ 6,000 അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. എത്രത്തോളം മണ്ടത്തരമാണ് ആളുകൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇല്ലാത്ത പൈസ ഇവിടുന്ന് കടം വാങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള ലോണിൻ്റെ ആളുകൾ കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഇവർ പിടിക്കപ്പെടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. മാത്രമല്ല ഇവരെടുത്തിരിക്കുന്ന സിം കാർഡുകളൊക്കെ ഏതോ ആളുകളുടെ പേരിൽ സിം കാർഡുകൾ നമ്മൾ പരാതിയായിട്ട് പോകുമ്പം ഏതെങ്കിലും നിരപരാധികളായിരിക്കും ഇതിൻ്റെ പേരിൽ കൊടുക്കുന്നുണ്ടാകുക. അതും അവർക്ക് പൂർണ്ണ അറിവുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. ഒരു പക്ഷേ സൗദി അറേബ്യയിൽ വെച്ചായിരിക്കില്ല ഈ കളികൾ കളിക്കുന്നത്. ഒന്നുകിൽ ദുബൈയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ചൈനയിലോ വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഗെയിമുകളൊക്കെ നടത്തുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരമാവധി ഇങ്ങനെയുള്ള വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് സന്ദേശം എന്ന നിലക്ക് എത്തിക്കുക. ഇനിയും ആളുകൾ ഇതിൽ ചതിക്കുഴിയിൽ പെടരുത്. ഇങ്ങനെ ആരെങ്കിലും പെട്ടതുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഈ പരിസരത്തുള്ള ഈ വഴി അടുത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഒന്നുമില്ല, മിനിമം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നിയമ നടപടികൾ വളരെ ഗുരുതരമായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ അവസരത്തിൽ ചെയ്യാം. ഒരു പഴമൊഴിയുണ്ട്, നമ്മൾ സമ്മതിക്കാതെ നമ്മളെ പറ്റിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന്. ഇത്രയധികം സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കാലത്ത് തട്ടിപ്പിൻ്റെ രൂപം പലതാണ്. പക്ഷേ മലയാളികൾ അതിൽ ഇങ്ങനെ പെടാൻ പാടില്ലായിരുന്നു. നിക്ഷേപത്തിൻ്റെ പേരിലും ചെറിയ തുകക്ക് സൗദിയിൽ ബിസിനസ് നൽകിത്തരാമെന്നും പറഞ്ഞ് നിരവധി ടീമുകളുണ്ട്. വ്യാജരേഖകൾ വെച്ചാണ് പലരുടെയും കളികൾ. ഇതെല്ലാം ജയിലിലേക്ക് നയിക്കൂ. ലോകത്ത് ഒരാളും നമ്മെ നന്നാക്കാൻ കുറഞ്ഞ പലിശക്കും വെറുതെയും പണം നൽകില്ല. ആപ്പുകൾ വഴി കയറുമ്പോഴും ഇനിയൊരു ക്ലിക്ക് ചെയ്യുമ്പോഴും ഫോണിലെ ഡാറ്റകൾ വരെ ചോർത്തപ്പെടാം. എവിടെയും ജാഗ്രത വേണ്ട കാലമാണ്. അതിനാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം ഗൂഗിളിനോട് ചോദിക്കാം, ഇതെല്ലാം ശരിയാണോ എന്ന്. ഉത്തരത്തിൽ സംശയം ബാക്കിയുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെയോ ബാങ്കിംഗ് മേഖലയിലുള്ളവരെയോ ബന്ധപ്പെടാം. എന്നിട്ടും സംശയങ്ങൾ ബാക്കിയെങ്കിൽ മീഡിയ വണ്ണും കൂടെയുണ്ട്. ഞങ്ങളെ ബന്ധപ്പെടാം.